ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. പുതിയ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമുക്ക് കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കുന്ന അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പറഞ്ഞു വെച്ചിരിക്കുന്ന നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് ചെറുതായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറുതായി ചൂടായ വെള്ളത്തിലേക്ക് വിനെഗറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിനെഗറിന് പകരം നാരങ്ങ നീര് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ കോട്ടിങ്ങിൽ ആഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ കൊണ്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിനുള്ള കോട്ടിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കോട്ടിംഗ് സെറ്റാക്കാനായിട്ട് ആദ്യം തന്നെ ആഡ് ചെയ്തുള്ള കോൺഫ്ലോറാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ കോൺഫ്ലോറും മൈദയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം പ്രപ്പോർഷനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ബേസിക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്ര ആഡ് ചെയ്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മാവിൽ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമോട് ഒഴിച്ച് നമുക്കൊരു ബാറ്റർ കൺസിസ്റ്റൻസിയിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ദോശയുടെ ഒക്കെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടാതിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കോട്ടിങ് കോളിഫ്ലവർ പിടിക്കാതിരിക്കാനും അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സ്പ്ലിറ്റായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിക്സെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഉടയാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുതെന്ന്. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. നല്ല രീതിയിൽ നമ്മൾ കോളിഫ്ലവർ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവറെല്ലാം തമ്മിൽ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറെല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 സാധനം കൂടെ ആഡ് ചെയ്യണം. കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്യുക. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം മറക്കാമെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെയ്ക്ക് ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.